قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. സൂറത്തുൽ ബഖറയിലെ 97-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഒന്നാമതായി, മൻ കാന, സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് വന്നു. അൽ ഇഖ്ഫാഉൽ ഹഖീഖിയാണ് നിയമം. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. അദുവ്വൻ ലിജിബ്രീൽ, തൻവീന് ശേഷം ലാമു വന്നു. അൽ ഇദ്ഗാം ബിഗൈരി ഗുന്നയാണ് നിയമം. മടിക്കാതെ തൻവീനിനെ ലാമിൽ ലയിപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. അദുവ്വൻ ലിജിബ്രീൽ. ലിജിബ്രീൽ എന്ന വാക്കിൽ ബാഇൻ്റെ മേലെ സുക്കൂൻ വന്നു. അവിടെ ഖൽഖലയാണ് നിയമം. ഫഇന്നഹു, നൂനിൻ്റെ മേലെ ശദ്ദ് വന്നത് കൊണ്ട് തന്നെ 2 ഖദ്ർ മണിക്കേണ്ടതാണ്. മുസദ്ദിഖൻ ലിമാ, അവിടെയും അൽ ഇദ്ഗാം ബിഗൈരി ഗുന്നയാണ് നിയമം, മണിക്കാതെയുള്ള ഇദ്ഗാം. വഹുദൻ വബുഷ്റാ, തൻവീന് ശേഷം വാവ് വന്നു. വാവ് അൽ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 97-ാമത്തെ ആയത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ. ഇവിടെ ഈ 97-ാമത്തെ ആയത്തിൽ വന്നിട്ടുള്ള വാക്കാർത്ഥങ്ങൾ, ഖുൽ, പറയുക, മൻ കാന, ആരെങ്കിലുമാണെങ്കിൽ, അദുവ്വൻ, ശത്രു, ലി ജിബ്രീല, ജിബ്രീലിന്, ഫഇന്നഹു, എന്നാൽ അദ്ദേഹം, നസ്സലഹു, അതിനെ അവതരിപ്പിച്ചു, അലാ ഖൽബിക്, നിന്റെ ഹൃദയത്തിൽ, ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം, മുസദ്ദിഖൻ, സത്യമാക്കിക്കൊണ്ട്, ലിമാ ബൈന യദൈഹി, അതിൻ്റെ മുമ്പിലുള്ളതിനെ, വഹുദൻ, മാർഗദർശനമായും, വബുഷ്റ, സന്തോഷവാർത്തയായും, ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്. അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം, പറയുക, ആരെങ്കിലും ജിബ്രീലിന് ശത്രുവാണെങ്കിൽ ആയിക്കൊള്ളട്ടെ, എന്നാൽ അദ്ദേഹമാണ് അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം അത് നിന്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യമാക്കിക്കൊണ്ടും സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷ വാർത്തയായിക്കൊണ്ടും എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, ഇവിടെ ഇപ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കിയ സൂറത്തുൽ ബഖറയിലെ ഈ 97-ാമത്തെ ആയത്ത്, ഈ ആയത്ത് അവതരിക്കാൻ ഇടയായ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികളും തമ്മിൽ നടന്ന ഒരു സംഭാഷണമാണ് എന്ന്
തഫ്സീർ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞ സംഭാഷണത്തിൽ യഹൂദികൾ ചില ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ ആ മറുപടിയെല്ലാം ശരിയാണ് എന്ന് മനസ്സിലാക്കിയ, സത്യസന്ധമാണ് എന്ന് മനസ്സിലാക്കിയ യഹൂദികൾ പിന്നെ യഹൂദികൾ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്തത് എന്ന് അവരോട് ചോദിക്കുകയുണ്ടായി. അന്നേരം ആ യഹൂദികൾ മറുപടി പറഞ്ഞത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കൊണ്ടുവരുന്നത് അത് ജിബ്രീൽ അലൈഹിസ്സലാമയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണ്. ഞങ്ങൾ യഹൂദികളിലേക്ക് ആപത്തുകളും ശിക്ഷകളുമായി എപ്പോഴും കടന്നു വരാറുള്ള ആളാണ് ഈ ജിബ്രീൽ. അതുകൊണ്ടാണ് ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്തത്. എന്നിട്ട് ഈ യഹൂദികൾ പറയുകയാണ്, അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ് അത് മീകായിലായിരുന്നു ഇവിടെ കൊണ്ടുവരുന്നത് എങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുമായിരുന്നു. കാരണം മീകായിൽ അദ്ദേഹം ഞങ്ങളുടെ മിത്രമാണ്, ഞങ്ങളുടെ ശത്രുവല്ല എന്നൊക്കെയാണ് ഈ യഹൂദികൾ ഈ സന്ദർഭത്തിൽ സംസാരിക്കുന്നത്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതിരിക്കാനായി അവർ പറഞ്ഞ കാരണം, ഇവിടെ യഹൂദികൾ പറഞ്ഞ കാരണം, അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാം ഞങ്ങളുടെ ശത്രുവാണ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കൊണ്ടുവരുന്നത് കൊണ്ട് ഞങ്ങൾ ആ സന്ദേശങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് വളരെ വളരെ ബാലിശമായിട്ടുള്ള ഒരു വാദമാണ് ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഈ യഹൂദികൾ അവതരിപ്പിക്കുന്നത്. യഹൂദികളുടെ ഈ വാദത്തിന് ഒരു മറുപടിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ ഈ 97-ാമത്തെ ആയത്ത് അവതരിപ്പിക്കുന്നത്. ഖുൽ, നബിയെ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ് അല്ലാഹു അവരോട് പറഞ്ഞു കൊടുക്കാൻ. എന്താ? മൻ കാന അദുവ്വൻ ലി ജിബ്രീൽ, ആരെങ്കിലും ജിബ്രീലിനോട് ശത്രുവാണ് എങ്കിൽ അവർ അറിഞ്ഞിരിക്കണമെന്നാണ്. എന്താണ് അവർ അറിഞ്ഞിരിക്കേണ്ടത്? ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്, എന്നാൽ അദ്ദേഹമാണ് അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം അത് നിന്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ചത് എന്ന്. അതായത് ജിബ്രീൽ അലൈഹിസ്സലാമയാണ് അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം ഈ ഖുർആൻ നിന്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ചത്. എന്താണ് ആ ഖുർആനിന്റെ പ്രത്യേകത? മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിന്റെ മുമ്പിലുള്ളതിനെ സത്യമാക്കിക്കൊണ്ടും, വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷവാർത്തയുമായി കൊണ്ടാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്. അത് അള്ളാഹു ജിബ്രീൽ മുഖാന്തരമാണ്, ഈ ജിബ്രീൽ മുഖാന്തരമാണ് എന്ന് ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാം ഞങ്ങളുടെ ശത്രുവാണ് എന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന ഖുർആൻ ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ യഹൂദികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. ആരുടെ ഉത്തരവ് പ്രകാരം? നമ്മുടെയും അവരുടെയും ഒക്കെ റബ്ബായ അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരമാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന്. അല്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടത്തിന്, അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനപ്രകാരം ഈ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചതല്ല എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി കൊടുക്കുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, എന്താണ് ഈ ഖുർആനിന്റെ പ്രത്യേകത? അത് മുൻ വേദങ്ങളെ സത്യപ്പെടുത്തുന്നതാണ്. പരിശുദ്ധ ഖുർആനിന് മുമ്പ് അവതരിച്ച എല്ലാ വേദങ്ങളെയും സത്യപ്പെടുത്തുന്ന, സത്യവിശ്വാസികളായ ആളുകൾക്ക് ശരിയായ മാർഗദർശനം നൽകുന്ന, സന്തോഷവാർത്ത അറിയിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ഈ ഖുർആനുമായി വന്ന ജിബ്രീൽ അലൈഹിസ്സലാമിയോട് ദേഷ്യം പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ, ശത്രുത വെക്കുകയാണ് എങ്കിൽ, ജിബ്രീൽ എന്ന മലക്കിനെ ഈ ദൗത്യവുമായി നിയോഗിച്ച അള്ളാഹുവിനോടാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള വിദ്വേഷമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ യഹൂദികളെ അറിയിക്കുകയാണ്. ഇവിടെ അള്ളാഹുവിന്റെ തീരുമാനത്തെയാണ് യഹൂദികൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. അള്ളാഹുവിന്റെ പരമാധികാരത്തെയാണ് അവർ നിഷേധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വ്യക്തമായ കുഫറും ധിക്കാരവുമാണ് എന്ന് പഠിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഈ ആയത്ത് ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഇതാണ് ഈ ആയത്തിന്റെ വളരെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു വിശദീകരണം നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദമായി കൊണ്ട് ഈ ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ്റെ ദീൻ ശരിയായ രൂപത്തിൽ പഠിക്കുവാനും ആ പഠിച്ച കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാനും നമ്മൾ ഉപയോഗിക്കുന്ന ഈ സമയങ്ങളൊക്കെ അതെല്ലാം നമ്മളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൽക്കർമ്മമായി രേഖപ്പെടുത്തി നമ്മളിൽ നിന്ന് അത് സ്വീകരിക്കുമാറാകട്ടെ. നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.